Hello guys, welcome back to my channel Journey through Abhi. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫ് എൽസ് ഇഫ് ലാഡർ അതൊക്കെയാണ്. അല്ലെങ്കിൽ ടേക്കിംഗ് ഡിസിഷൻ എന്നും കൂടി ഇതിന് പറയും. ഇഫിന് ടേക്കിംഗ് ഡിസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സിൻടാക്സ് പഠിക്കുക. സിൻടാക്സ് എന്ന് പറയുന്നത് ഈഫ് ഒരു കണ്ടീഷൻ ഉണ്ടാവും. കണ്ടീഷൻ ദെൻ അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ് സിമ്പിൾ ഒരു ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ബൂളിയൻ വാല്യൂസ് ആയിരിക്കും. കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ബൂളിയൻ ആയിരിക്കും, ഐദർ ട്രൂ ഓർ ഫോൾസ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം ഈഫിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതാണ് സിൻടാക്സ്. ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമോ ഇല്ലയോ നോക്കുക. 18 വയസ്സിന് മേലെയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും, 18 വയസ്സിന് താഴെയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ല. ആ രീതിക്ക് ഒരു എക്സാമ്പിൾ നോക്കുക. എന്നാലും കുറച്ചും കൂടി ഈഫ് മനസ്സിലാവും. ഓക്കെ, ഇവിടുത്തെ കണ്ടീഷൻ നോക്കാം. ലെറ്റ് ഏജ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഏജ് എന്ന് പറയുന്നത് 19. ഒരാളെ ഏജ് 19. അപ്പോൾ ലൈസൻസ് കിട്ടുന്ന ക്രൈറ്റീരിയ നമുക്കറിയാം. 18 വയസ്സിന് ശേഷം മാത്രമേ ലൈസൻസ് കിട്ടൂ. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഇതാണ് കണ്ടീഷൻ. ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18. ഇത് ശരിയാണോ തെറ്റാണോ? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഐദർ ട്രൂ ഓർ ഫോൾസ്. ഈ കണ്ടീഷൻ്റെ ഉള്ളിൽ വരുന്നത് എപ്പോഴും ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18. ഇപ്പോൾ ഏജ് എന്ന് പറഞ്ഞാൽ 19 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18. 18 കാട്ടി വലുതല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ്റെ ഉള്ളിൽ ടോട്ടൽ അറിയാമെന്ന് വെച്ചാൽ ഇത് ട്രൂ എന്ന് പറയും. ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ ഒരു ബോക്സ് കണ്ടാ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിൻ്റെ ഔട്ട്പുട്ടാണ് വന്നത് എന്താ? കൺഗ്രാറ്റ്സ് യു ഹാവ് ഗോട്ട് എ ഡ്രൈവിംഗ് ലൈസൻസ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എനിക്കിപ്പോൾ ഏജ് 15 വിചാരിക്കും. 15 ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ എന്താ? ഏജ് ഗ്രേറ്റർ ഈക്വൽ ടു 18. 15 വലുതാണോ 18 അതല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തില്ല. നോക്കാം എന്താണ് ചെയ്യുന്നത്. കണ്ട, ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇതിനുശേഷം നമ്മൾ റൺ ചെയ്തതിനു ശേഷം ഒന്നും വന്നിട്ടില്ല ടെർമിനലിൽ. അതെന്തുകൊണ്ടായിരിക്കാം? കാരണം ഈ ഒരു ബോക്സ് ശരിയാണെങ്കിൽ മാത്രം, ഇത് ട്രൂ ആണെങ്കിൽ മാത്രം ഈ ഒരു ബോക്സ് എന്താ പറയുക, ഈ ഒരു കേളി ബ്രേസിൻ്റെ ഉള്ള സംഭവം എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് അടുത്തത് ഈ എൽസ് പഠിക്കാം. ഈ എൽസ് കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ 18 വയസ്സല്ലെങ്കിൽ നോക്കാം. കൺസോൾ ലോഗ് യു ആർ അണ്ടർ ഏജ് നോക്കാം. ഇതെന്ന് പറയുന്നത് ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? 15 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ആണോ? ശരിയല്ലല്ലോ. അങ്ങനെ ശരിയല്ലെങ്കിൽ ഇത് ശരിയായ കണ്ടീഷനും ഈ എൽസ് കേസ് എന്ന് പറഞ്ഞാൽ ഈ സംഭവം ശരിയല്ലെങ്കിൽ ഈ എൽസ് കേസും വർക്ക് ചെയ്യും. ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് വർക്ക് ചെയ്തിരിക്കും. നോക്കാം. നമുക്ക് നോഡ് സ്ക്രിപ്റ്റ് ജേസ് നോക്കിയാൽ ഉപ്സ് യു ആർ അണ്ടർ ഏജ്. അതെന്തുകൊണ്ട് അണ്ടർ ഏജ് വന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. കാരണം ഏജ് എന്ന് പറയുന്നത് ആദ്യം 15. 15 ഏജിനെ നമ്മൾ ഇത് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോൾസ് പറയും. 15 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ആണ്. തെറ്റായതുകൊണ്ട് ഈ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ശരിയായവങ്ങൾ മാത്രം ഇങ്ങനെ ഉള്ളിലേക്ക് കിടക്കും. ഈ എൽസ് ബ്ലോക്കിൽ തെറ്റായ കാര്യങ്ങൾ, ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഈ എൽസ് ബ്ലോക്കിലേക്ക് കടക്കും. അതാണ് ഈ എൽസ് ബ്ലോക്ക് റൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഈഫിൻ്റെയും എൽസിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇതേപോലെ ഈഫിൻ്റെ ഒപ്പം ഒരു എൽസ് ചേർക്കുക. ദെൻ എന്താ പറയുക, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഈഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ എൽസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ഫോൾസ് ആയാലും മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിന് വേറൊരു കണ്ടീഷൻ ഉണ്ട്, ഈഫ് എൽസ് ഈഫ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഏജ് നമ്മളിപ്പോൾ -15 കൊടുത്തിരിക്കും. -15 എന്ന് പറഞ്ഞാൽ ഏജ് ഓൾറെഡി ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇപ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് കൊടുക്കുക വെച്ചാൽ നമുക്ക് 3 കണ്ടീഷൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ആണോ, 18 ചെറുതാണോ, മറ്റേ 0 ചെറുതാണെങ്കിൽ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ 18 ചെറുതും 0 വലുതും ആവണ്ടേ. ആ ഒരു കണ്ടീഷൻ ഇട്ട് കൊടുക്കുക. അത്
എന്ത് കണ്ടീഷൻ കൊടുക്കുമ്പോഴും നമ്മൾ ഈഫ് എന്ന് പറഞ്ഞാണ് കൊടുക്കാറുള്ളത്. ഈഫ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ അല്ല ലെസ് ദാൻ 18, 18 ചെറുതോ. പിന്നെ ഈ ആൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പിന്നെ ഏജ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 18 ആയിട്ട് മാറി ഈക്വൽ ടു 0 ആയിക്കോട്ടെ. മാത്രം ഈ എക്സിക്യൂട്ട് ചെയ്യാം. ഇനി വേറൊരു കേസ് കൂടിയില്ലേ, ഇപ്പോൾ 0 ചെറുതാണെങ്കിൽ അത് എൽസിൻ്റെ ഉള്ളിൽ 3 ഇങ്ങനെ ലാസ്റ്റത്തേന് ഈഫ് എൽസീഫ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ മൂന്നാമത്തെ കേസ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടായിരിക്കും. ഒന്നിക്ക് 18 വയസ്സിന് താഴെ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയും 0 മേലെയും ആയിരിക്കും. അതും അല്ലെങ്കിൽ അത് ബാക്കിയുള്ള നോക്കാം. നമുക്ക് കൺസോളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഏജിൻ്റെ വാല്യൂ 15 ഫസ്റ്റ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ശരിയല്ലെങ്കിൽ അടുത്ത എൽസിലേക്ക് പോകും. ഈ എൽസിൻ്റെ ഒരു ഈഫ് ബ്ലോക്ക് ഉണ്ട്. ഈ എൽസ് ഈഫ് എന്ന് പറയുന്നത് പിന്നെ ഈഫിൻ്റെ ഉള്ളിൽ വേറൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഈ കണ്ടീഷൻ തെറ്റല്ലേ? ഏജ് 18 ചെറുതാണോ? ഇത് ശരിയാണ്. പിന്നെ ഏജ് 0 വലുതാണ്. 0 വലുതുമല്ല, കാരണം 15 -15. അപ്പോൾ ഈ കണ്ടീഷൻ ഈ ആൻഡ് ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഈ രണ്ട് കണ്ടീഷനും ശരിയായ ഇത് ആംബസെൻ്റ് നല്ല വായിക്കും, ആൻഡ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ശരിയായാലും മാത്രമാണ്, രണ്ടും ട്രൂ കിട്ടിയാൽ മാത്രമേ ഈ ഒരു എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഈഫും തെറ്റാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ ഈഫ് തെറ്റാണെങ്കിൽ ദെൻ അടുത്ത എൽസിലേക്ക് പോകും. അതാണ് എൽസ് ഈഫ് ലാഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് കഴിഞ്ഞ് അടുത്ത ഒരു ലൈക്ക് ലാഡർ പോലെ, ഒരു ഏണി പോലെ. ഓക്കെ, അടുത്ത എൽസിലേക്ക് പോയി ഈ ഒരു ഇൻവാലിഡ് ഏജ് പ്രിൻറ്റ് ചെയ്യും. നമുക്ക് ഔട്ട്പുട്ട് എന്താ വരുമോ? കണ്ട ഇൻവാലിഡ് ഏജ്. അതെന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായിരിക്കുക. ഈ -15 എന്ന് വെച്ചാൽ ഈ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ടാണ് അവസാനത്തെ ഈ എൽസ് ബ്ലോക്ക് കണ്ടിട്ട്. ഇപ്പോൾ ഇവിടെ വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ടെങ്കിൽ അതൊരു ഈഫിൻ്റെ ഉള്ളിൽ കൊടുക്കും. ദെൻ അവസാനത്തെ കണ്ടീഷൻ എൽസിൻ്റെ ഉള്ളിൽ കൊടുക്കും. ഇങ്ങനെയാണ് ഈഫ് എൽസ് ഈഫ് ലാഡർ പറഞ്ഞത്. ഈഫ് എൽസ് ഈഫ് ലാഡർ എന്ന് വെച്ചാൽ ലൈക്ക് ഒരു ഏണി പോലെ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് കഴിഞ്ഞ് അടുത്ത്, അത് കഴിഞ്ഞിട്ട് അടുത്ത്. അല്ലാണ്ട് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ലാസ്റ്റിലേക്ക് വരില്ലായിരുന്നു. ഫസ്റ്റ് ഈ കണ്ടീഷൻ സ്കിപ്പ് ചെയ്ത് ദെൻ അടുത്ത എൽസിലേക്ക് പോയി. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ പോലെയാണ്. അടുത്തയിലേക്ക് പോയി അല്ലാണ്ട് ഈ ഫസ്റ്റ് ഡയറക്റ്റേക്ക് ഇത് വരുന്നില്ല. അതിനാണ് സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈഫ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്ത വീഡിയോ ഇട്ടാൽ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഈഫ് എൽസ് ഈഫ് വളരെ സിമ്പിളാണ്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, ഗൈസ്, നമുക്ക് കോഡിംഗ് ചാലഞ്ചിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. കോഡിംഗ് ചാലഞ്ചസ് ക്വസ്റ്റ്യൻ ഇത്രയാണ്. ഞാൻ എന്തായാലും ഡിസ്കഷൻ ഇടുന്നുണ്ട്. കോഡിംഗ് ചാലഞ്ച് നമ്പർ 2 ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് യൂസ് ദ BMI എക്സാമ്പിൾ ഫോർ ചാലഞ്ച് നമ്പർ 1. നിങ്ങൾ കോഡിംഗ് ചാലഞ്ച് നമ്പർ 1 ചെയ്തിട്ടുണ്ടാവും. കോഡിംഗ് ചാലഞ്ച് നമ്പർ 1 ചെയ്യാത്തവർ നേരോട്ടുള്ള വീഡിയോസ് നോക്കി കിട്ടും. ചാലഞ്ച് 1 അതിന്റെ ആൻസർ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ചാലഞ്ച് 1 കോഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി ചെയ്ത കോഡിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ പഠിച്ച കുറച്ചും കൂടി ഫീച്ചേഴ്സ് വെച്ച് ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പം പഠിച്ച ഫീച്ചർ ഈക്വൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഫീച്ചർ ചെയ്തത്. അതുകൊണ്ടാണ് ഹിന്റ് ചെയ്തത്. ഈക്വൽ സ്റ്റേറ്റ്മെന്റ് വെച്ച് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് ടാസ്ക് എന്ന് വെച്ചാൽ പ്രിന്റ് നൈസ് ഔട്ട്പുട്ട് ടു ദ കൺസോൾ. കൺസോളിൽ ജസ്റ്റ് ഔട്ട്പുട്ട് കാണിക്കുക. എന്തെന്നാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ആർക്കാണ് ഹയർ BMI. നിങ്ങളെ അടുത്ത BMI കണ്ടുപിടിച്ചിട്ടുണ്ടാവുക രണ്ടുപേരും, ജോണിന്റെയും മാർക്കിന്റെയും BMI കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ. അതിലാർക്കാണ് ഹയർ BMI എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു മെസ്സേജ് ഇങ്ങനെ എക്സാമ്പിൾ നടക്കേണ്ടത്. മെസ്സേജ് ഇങ്ങനെ വന്നത്. ഇപ്പൊ മാർക്കിനാണ് ഹയർ BMI ആണെങ്കിൽ മാർക്ക് ഈസ് ഹയർ BMI ദെൻ ജോൺസ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുക. അല്ലെങ്കിൽ ജോണിന് ഹയർ BMI ഈ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ടാസ്ക് വളരെ സിമ്പിൾ അല്ല. ജസ്റ്റ് ഓൾറെഡി കണ്ടുപിടിച്ച സംഭവത്തിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു കാര്യം ആ കണ്ടീഷൻ കൊടുക്കുക. ആരാണോ ഹയർ അയാളുള്ള ഒരു കണ്ടീഷൻ കൊടുക്കുക. അങ്ങനെ മാർക്ക് ഹയർ ദൻ ജോൺ ആണെങ്കിൽ ഇത് എഴുതുക. ഈ ഈ ഒരു കണ്ടീഷൻ എഴുതുക. എന്നിട്ട് ഈ ഒരു ഔട്ട്പുട്ട് മെസ്സേജ് എഴുതുക. അല്ലെങ്കിൽ ജോൺ ആണ് ഹയർ എങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റ് ഇത് വരും. നേരെ തിരിച്ചിട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ യൂസ് എ ടെംപ്ലേറ്റ് ഡിക്ചറർ ടു ഇൻക്ലൂഡ് BMI ഇൻ വാല്യൂസ് ഇൻ ദ ഔട്ട്പുട്ട്. ടെംപ്ലേറ്റ് ഡിക്ചറർ എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ടെംപ്ലേറ്റ് ഡിക്ചർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. എക്സാമ്പിൾ ഇതുപോലെ ഇതേ സംഭവത്തിൽ തന്നെ ഈ ഒരു മെസ്സേജിന് പകരം മാർക്സ് BMI എത്രയാണോ BMI അത് ചെയ്തു. 28.3 ഹയർ ദാൻ ജോൺസ് BMI എന്ന് പറയുന്നത് ജോൺസ് BMIന്റെ എടുക്കുക, ഈ നമ്പർ വെച്ച് കൊടുക്കുക. സോ BMIന്റെ ടോട്ടൽ എന്താ പറയുക BMI അവിടെ നമ്പർ ആയിട്ട് കാണിക്കുകയാണ്. സോ ആ ടെംപ്ലേറ്റ് ഡിക്ചറിൽ വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ കോഡിംഗ് ചലഞ്ച്.
ഇതിന്റെ ആൻസർ അടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പറയാം. ജസ്റ്റ് ഇത് ചെയ്ത് ഒരു ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്തിട്ട് മാത്രം മതി കോഡിംഗ് ചാലഞ്ചിന് ആൻസർ. ഓക്കെ, ബൈ ബൈ.